മത്തി അല്ലെങ്കിൽ ചാള ഇന്നിനി എന്താണെന്നല്ലേ ഒരു മത്തിപ്പുളി തയ്യാറാക്കാമെന്ന് കരുതി. ഇതിപ്പോൾ എൻ്റെ വേഷനായ മത്തിപ്പുളിയാണ്, പക്ഷേ ടേസ്റ്റ് കൊള്ളാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ മത്തിയെ നന്നായി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഇതിനെല്ലാം വെട്ടി മുറിച്ച് നല്ലവണ്ണം നീളത്തിൽ വരഞ്ഞ് നല്ല കല്ലുപ്പിൽ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കല്ലുപ്പ്, കുറച്ച് മുളക് പൊടി, നല്ല പച്ച വെളിച്ചെണ്ണ, നല്ല ഫ്രഷ് കറിവേപ്പില. ഫ്രഷ് കറിവേപ്പില ഉള്ളവരെടുത്താൽ മതി, കറിവേപ്പില എന്തായാലും മസ്റ്റാണ്. എന്നിട്ടേ ഇത് നന്നായിട്ടൊന്ന് പെരക്കി വെക്കണം. ഇത് നന്നായി അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത പണി നോക്കാം. ഞാനിതിനെടുത്തത് 2 തക്കാളിയാണ്. അതിനെ നന്നായി മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. ഇതേണ്ടേ ഇതുപോലെ. പിന്നെ കുറച്ച് വളംപുളിയും ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും. എന്നിട്ടേ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടു. ഇതെന്തിനാണെന്ന് വെച്ചാൽ പൊരിക്കാൻ വെക്കുന്ന മത്തി വേഗം അടന്ന് കിട്ടാനുള്ളൊരു ടിപ്പാണ്. എന്നിട്ട് അതിനകത്തോട്ട് മത്തി വെച്ചു. ഇവന്മാരെയെല്ലാം നന്നായി ഒന്ന് മുരിച്ചെടുത്തു. നന്നായി എന്ന് പറയുമ്പോൾ ഓവർ മുരിയേണ്ട ആവശ്യമില്ലേ, ജസ്റ്റ് ഒരു പാകത്തിന് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കുക. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിൽ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മളെ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതിൻ്റെ കൂടെ കുറച്ച് വെല്ലുള്ളി കട്ട് ചെയ്തത് ഇടുക. ചെറിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ടേ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പം നേരത്തെ മീൻ പെരക്കി വെച്ച ചട്ടിയിൽ തന്നെയാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ചുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായി ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ല മണം വരും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ തക്കാളി അരച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനാണോ എന്ന്. എന്നിട്ട് നമുക്ക് വേണ്ടത്ര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ തക്കാളി നന്നായി വാട്ടിയെടുക്കണേ, അതിൻ്റെ ആ പച്ചമുളകൊന്ന് പോയി കിട്ടുന്നത് വരെ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളിയില്ലേ, അത് പിഴിഞ്ഞ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പൊരിച്ച് വെച്ചിരിക്കുന്ന മത്തിയില്ലേ, അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പുളി നമ്മൾ നോക്കിയിട്ട് ചേർക്കണേ. പുളി അത്യാവശ്യം ഇതിന് പാകത്തിന് വേണമെന്നാണ്. കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാരെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ അധികം നേരം വേവൊന്നും വേണ്ട, കാരണം ഇത് നമ്മളൊന്ന് പൊരിച്ചെടുത്ത മീനല്ലേ. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് അതൊരു തിളയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം. ചാറ് വേണ്ടവരാണെങ്കിൽ മാത്രം അതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്തായാലും സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേലേക്ക് നൂറ്റിച്ച് കൊടുക്കുക. സംഭവം കിടുക. ട്രൈ ചെയ്യണേ.